ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. എത്ര അർത്ഥസമ്പുഷ്ടമായ വരികളാണല്ലേ ജ്ഞാനപ്പാനയിലേത്. ഓരോ വരികളും അത്രയ്ക്ക് അർത്ഥങ്ങളാണ് നമുക്ക് തരുന്നത്. നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും അതിലുണ്ട്. മലയാളികളുടെ ഗീതയാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത് ഒട്ടും സംശയമില്ല. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിൽ 2 അക്ഷരങ്ങളാണ്, ഗു രു. ഗു എന്നാൽ അന്ധകാരത്തെയും രു എന്നാൽ നീക്കം ചെയ്യുന്നത് എന്നുമാണ്. അപ്പോൾ അന്ധകാരത്തെ നീക്കം ചെയ്യുന്നത് ആരാണോ അവരാണ് ഗുരു. എല്ലാവരുടെയും ആദ്യ ഗുരു എന്ന് പറയുന്നത് മാതാവ് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ മാ എന്ന അക്ഷരം എഴുതാൻ കഴിയാതെ അമ്മയുടെ കയ്യിൽ നിന്നും അധ്യാപികയുടെ കയ്യിൽ നിന്നും ഒരുപാട് അടി വാങ്ങിച്ചിട്ടുണ്ട്. ആ അക്ഷരത്തോട് ഇന്നും ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നതും അതുകൊണ്ടാണ് എന്ന് തോന്നാറുണ്ട്. നമ്മുടെ ജീവിതത്തില് ചെറിയ ക്ലാസ് മുതൽ, പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ PG വരെ പഠിക്കാൻ കഴിഞ്ഞതും ഓരോ അധ്യാപകരുടെയും മികവ് തന്നെയാണ്. അവരെല്ലാരെയും തന്നെ നമിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതം, നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികത കൂടെ അനിവാര്യമാണ് എന്ന് തോന്നാൻ തുടങ്ങിയ നിമിഷം ഡോക്ടർ N. ഗോപാലകൃഷ്ണ സാറുടെ സംഭാഷണങ്ങളാണ് ജീവിതത്തിൽ ആധ്യാത്മികതയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി തന്നതും ഒരു LKG-യിലേക്കുള്ള അഡ്മിഷൻ ലഭിച്ച പോലെയുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലായി ആത്മീയത അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ജ്യോതിഷത്തിനും അതിലൊരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ജ്യോതിഷം പഠിക്കണമെന്ന ആഗ്രഹം തുടങ്ങുകയാണ്. അങ്ങനെ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യനായ അമൃതജ്യോതി ഗോപാലകൃഷ്ണ സാറിൽ നിന്നും പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കുമ്പോൾ യൂട്യൂബിൽ തന്നെയായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. സാർ സൗജന്യമായിട്ട് നടത്തുകയായിരുന്നു. മറൈൻ എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും കുറച്ച് സമയം ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് അറിയണമെന്നുള്ള അദ്ദേഹത്തിന്റെ അപാരമായ ആ കഴിവ് മൂലം അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 40 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അറിയണം, കാരണം ജാതകം എന്താണ്, ഗ്രഹനില എന്താണ്, അതിൽ ഓരോ അക്ഷരം പോലും അറിയാത്തൊരവസ്ഥയാണ്. രാ എന്നാൽ സൂര്യനാണ് എന്ന് പോലും അറിയില്ല. അപ്പൊ ആദ്യം തുടങ്ങി പഠിക്കേണ്ടതാണ്. അപ്പൊ 10-12 മണി ആയാലും അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയില് സമയം പോയത് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ശനിന്ന് ഗ്രഹം നമുക്കറിയാം, പക്ഷെ അത് മന്ദൻ മാ എന്നാണ് ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊന്നും അറിയാത്തൊരു കാലമായിരുന്നല്ലോ. അപ്പൊ ഗുളികനുണ്ട്, അതിന് മാന്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഓരോ വാക്കുകളും മെല്ലെ മെല്ലെ പഠിച്ചു പോവുകയാണ് സാറുടെ സഹായത്തോടു കൂടെ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് 140-150 എപ്പിസോഡുകൾ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു LKG അഡ്മിഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് UKG-യിലേക്ക് കടക്കണം. അപ്പൊ ജ്യോതിഷം ഒരു പാഠ്യ വിഷയമാക്കണമെന്ന് വിചാരിച്ച സമയത്താണ് പാരമ്പര്യ ജ്യോതിഷത്തിൽ നിന്ന് ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ വന്നു. പക്ഷെ അതിൽ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തു. പക്ഷെ അപ്പോഴും മനസ്സ് പറയുന്നത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാവണം, ഇന്നത്തെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന ഒന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഒരു സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറുടെ അഭിമുഖത്തിൽ നിന്ന് അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം എന്ന ഒരു സ്കൂളിനെ പറ്റി, തിരുവനന്തപുരത്തുള്ള ഒരു സ്കൂളിനെ പറ്റി അറിയാനിടയായത്. അല്ലെ, മാസ്റ്ററാണ് അരുണാചലം കറുപ്പുസ്വാമി.
അദ്ദേഹമാണ് ജ്യോതിഷത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോയത് എന്ന് പറയാം. വളരെ അനായാസേന നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി ഓൺലൈനിലൂടെ ആണെങ്കിലും ഒരു ആചാര്യനിൽ 3 ഗുണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ആചാര്യന് ഉണ്ടാവേണ്ടത് പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് അവർ ആ വിഷയത്തിൽ അഗ്രഗണ്യനായിരിക്കണം. ഏത് സംശയം ഒരു വിദ്യാർത്ഥി ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ സമയവും പ്രശ്നമായിരിക്കരുത്. നാം ചോദിക്കുന്നപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമാകുമ്പോൾ 10 മണിയൊക്കെ ആവുമായിരിക്കും നമ്മൾ അത് നോക്കി വരുമ്പോൾ. അപ്പോഴായിരിക്കും നമുക്കൊരു സംശയം ഉണ്ടാവുന്നത്. ആ സമയത്ത് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് സാർ ഉടനെ തന്നെ അതിനുള്ള റിപ്ലൈ തരും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഗുരുവിൻ്റെ ലക്ഷണം അവിടെ നിന്ന് തുടങ്ങാണ്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരുടെ പ്രശ്നം പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതിലൊരു ക്ലൈൻ്റ് എൻ്റെ മുന്നിൽ വരുമ്പോൾ അപ്പോൾ അവരുടെ വസ്ത്രം നമുക്ക് ഏത് നിറമാണെന്ന് പോലും ഈ ആരുടെ പ്രശ്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം അത് നേരത്തെ അറിഞ്ഞതുകൊണ്ട് അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതിൽ കുറച്ച് വാക്കുകളുണ്ട്. ആരൂഢം, അധിപൻ, ഉദയാധിപൻ എന്നൊക്കെ, അപ്പം ഏത് രാശിയിലാണ് എന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് വെച്ച് ഞാൻ ചോദ്യം മാസ്റ്ററോട് ചോദിക്കുമ്പോൾ വളരെ വിമർശനമായി, രൂക്ഷമായി തന്നെ മാസ്റ്റർ അതിന് പ്രതികരിച്ചു എന്നുള്ളതാണ്. ഒരു ബാലിശമായ ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കൂ. ഇതൊരു ജ്ഞാന ശാസ്ത്രമാണ്. അതിനെ മനസ്സിലാക്കാൻ നോക്കാതെ ഒരു മാജിക് കാണുന്ന പോലെ ആൾക്കാരെ വിസ്മയിപ്പിക്കാനുള്ള ഒരു ശാസ്ത്രമല്ല ഇത് എന്നൊക്കെ വളരെ വിമർശിച്ചുകൊണ്ട് ഒരു മെസ്സേജ് എനിക്ക് തിരിച്ചയക്കുകയായിരുന്നു. ആദ്യം അത് കേട്ടപ്പോൾ വിഷമം തോന്നി. പക്ഷേ ശരിയായ ഒരു ഗുരുവിൻ്റെ ലക്ഷണമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. നമ്മുടെ വിഷയത്തിൽ നിന്നും നാം അകലാതെ അതിനെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതാണ് ഒരു ഗുരു എന്ന് വളരെ വ്യക്തമായി എനിക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമതായി കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാസ്റ്ററോട് ചോദിക്കുകയാണ്, ഞാനും ഇതൊരു പ്രൊഫഷനായി എടുത്തോട്ടെ, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കോഴ്സിൻ്റെ പിന്നാലെ പോവാതെ അനുഭവത്തിലൂടെ ഇനി പഠിക്കേണ്ടതാണ്. ധൈര്യമായി മുന്നോട്ട് പോവുക. അറിവിൻ്റെ കാര്യത്തിൽ എപ്പോഴും കൺസൾട്ടേഷൻ സമയത്ത് എന്ത് സംശയം വരികയാണെങ്കിലും അറിവിൻ്റെ കാര്യത്തിൽ സമീപിച്ചോളൂ എന്ന ആ ആത്മധൈര്യം, ആ കോൺഫിഡൻസ് തരുന്നു എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ ഗുണമായിട്ട് ഒരു ഗുരുവിൽ കാണുന്നതും ഇത് തന്നെയല്ലേ വേണ്ടത്? ഒരു വിദ്യാർത്ഥിയെ നല്ല രീതിയിലേക്ക് നയിച്ചു കൊണ്ടുപോവാനും അവർക്ക് വേണ്ട മോട്ടിവേഷനും ഗൈഡൻസും കൊടുക്കാൻ ഒരു ഗുരുവിന് കഴിയുകയാണെങ്കിൽ അവിടെ ആണ് ഗുരുവിൻ്റെ മഹിമ എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് 4 അക്ഷരമെങ്കിലും ജ്യോതിഷത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ മഹിമ ഒന്ന് മാത്രമാണെന്ന് സ്മരിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക് നാം ഇന്ന് തുടങ്ങുന്ന ഗ്രഹം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നാം നോക്കിക്കഴിഞ്ഞു. സൂര്യകർമ്മ എന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ പിതാവിനെയും ആത്മാവിനെയും സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ മാതാവാണ്, മനസ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 ഘടകങ്ങളാണ് ഇവ രണ്ടുമെന്ന് പറയാം. അടുത്തതായി ഗുരുവിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. ഗുരു എന്നാൽ തന്നെ ജ്ഞാനം ആണ്. ഇപ്പൊ കാലപുരുഷന്റെ ധനുരാശി, മീനം രാശി 9, 12 ഭാവങ്ങളാണ് ഗുരു അധിപനായിട്ടുള്ളത്. 12 എന്ന ഭാവം മോക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു. 9 എന്ന ഭാവം ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗുരു ആരായിരിക്കണം, നമുക്ക് ആത്മീയ ഗുരുവായിട്ട് ആരുണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 9ാം ഭാവം
ശ്രദ്ധിച്ചാൽ അതിലേത് ഗ്രഹമാണ് നിൽക്കുന്നത്, അതേത് രാശിയാണ് എന്നെല്ലാം നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഗുരുവിന് സ്വന്തമായിട്ടുള്ള 3 നക്ഷത്രങ്ങളുണ്ട്. പുണർദം, പൂരോരുട്ടാതി, വിശാഖം എന്നിവയാണ്. അവ ഗുരുവിന്റെ പോസിറ്റീവ് ഗുണങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. ഇനിയാണ് നാം DNA അസ്ട്രോളജിയിലേക്ക് കടക്കുന്നത്. ഗുരുവിന്റെ കർമ്മദോഷങ്ങൾ പേറുന്ന 3 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അത്തം, ഉത്രാടം, മകീര്യം എന്നിവയാണ്. ഗുരുവായതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ട്. കാരണം 3 ഗ്രഹങ്ങളെ കുറിച്ചും മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഗുരുകർമ്മദോഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 3 ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വയാണ്. കാരണം സൂര്യൻ ജനിച്ചത് അത്തം നക്ഷത്രത്തിലാണ്. അത്തം നക്ഷത്രത്തിലാണ് സൂര്യൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ സൂര്യന് ഗുരു കർമ്മദോഷം ഉണ്ടെന്ന് പറയാം. ഇനി ചന്ദ്രന് മകീര്യം നക്ഷത്രത്തിലാണ് ചന്ദ്രൻ ജനിച്ചതുകൊണ്ട് ചന്ദ്രനും ഗുരുകർമ്മദോഷം ഉണ്ട്. ചൊവ്വ ജനിച്ചത് ഉത്രാടം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് ചൊവ്വയ്ക്കും ഗുരുകർമ്മദോഷം ഉണ്ട് എന്നുള്ളതാണ്. ഇനി രാശികളിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ മൂലത്രികോണ രാശികൾ മേടം, ചൊവ്വയുടെ മൂലത്രികോണം എന്ന് പറയുന്നത് മേടമാണ്. ചന്ദ്രൻ ഉച്ചനാവുന്നത് എവിടെയാണ്? ഇടവത്തിലാണ്. അപ്പൊ ഇടവം. സൂര്യന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങമാണ്. അപ്പൊ മേടം, ഇടവം, ചിങ്ങം ഈ 3 രാശികൾക്കും ഗുരുകർമ്മദോഷം ഉണ്ടെന്ന് പറയാം. കൂടുതലായി ഈ കർമ്മദോഷങ്ങളെ പറ്റി, ഗുരുവിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.